നമ്മുടെ നെവീനും അതുപോലെ തന്നെ അനുമോളും തമ്മിലുള്ള അടിപൊളി ഒരു സീനുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. കാരണം ഇത്രയും നാളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് പരസ്പരം അടിച്ച് പിരിഞ്ഞ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്കും കിട്ടി. അങ്ങനെ രണ്ടുപേരും ഒരു ടോം ആൻഡ് ജെറി പോലെ നടന്ന ആൾക്കാരാണ്. അപ്പം ഇന്ന് വന്നിട്ട് നെവീൻ നമ്മുടെ അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഇഷ്ടക്കൂടുതലൊന്നുമില്ല, പക്ഷേ നിന്നെ ഇങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നൊന്നും എനിക്ക് വിഷമമുണ്ട്, ഞാനത് അക്ബറിനോടും പറഞ്ഞിരുന്നു എന്ന് നെവിൻ വന്ന് പറയാണ്. അത് അനുമോൾ അത് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അനുമോൾ തിരിച്ച് ഹഗ്ഗൊന്നും ചെയ്യുന്നില്ല. നെവിൻ ഹഗ് ചെയ്യുമ്പം അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ അനുമോളും അക്ബറും തമ്മിൽ ഒരു പിണക്കം മാറ്റി അവർ തമ്മിൽ ഇങ്ങനെ ഹഗ് ചെയ്താലും നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നും. ഓൾറെഡി അനുമോളും നമ്മുടെ നെവിനും തമ്മിലൊരു ഡിസ്കഷൻ, ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിന് മുൻപേ. അപ്പോൾ അനുമോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു നെവിൻ്റെ അടുത്ത്, നീ എന്തായാലും ടോപ്പ് 5 വരും. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, നിൻ്റെ ഫാൻസുകാർ പുറത്തിറങ്ങുമ്പോൾ എന്നെ കത്തിക്കും എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ നെവിന് പേടിയുണ്ട് അനുമോളുടെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അനുമോൾക്കൊരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് നെവിൻ അറിയാം. അപ്പം പുറത്തുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നെവിന് നല്ല പേടിയുണ്ട്. പക്ഷേ നെവിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ സ്നേഹം പോലും ചിലപ്പോൾ കള്ളത്തരാണോ എന്നും എനിക്കൊരു ഡൗട്ട് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഒറ്റയ്ക്ക് നടക്കുമ്പം ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ അവിടെ, അത് വർക്കൗട്ട് ആവും. കാരണം വേറെ ആരും അനുമോളുടെ അടുത്ത് ഇപ്പം ചെന്ന് മിണ്ടാനില്ല. മറ്റേ ആദിലെയോ നൂറയോ അക്ബറിനെയോ ഒന്നും അനുമോൾ അടുപ്പിക്കുന്നില്ല. സാബുമാനും തീരെ ചെല്ലത്തില്ല. പിന്നെ ആകപ്പാടെ ചെല്ലുന്ന അനീഷേട്ടൻ മാത്രമാണ് അനുമോളുടെ അടുത്തോട്ട്. അപ്പം ആ ഒരു സ്ട്രാറ്റജി ഇവൾ കളിക്കേണ്ടെന്ന് ഉദ്ദേശിച്ച് നെവിൻ മനഃപൂർവ്വം ചെല്ലുന്നതാണോ എന്നും ഡൗട്ടുണ്ട്. കാരണം അനുമോളോടൊരു പക നെവീനും അക്ബറിനും ഒക്കെ ഉണ്ട് മനസ്സിൽ. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, അനുമോൾ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളൂ താനും അത്. കാരണം അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരോട് അനുമോൾ ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കാറില്ല, സ്നേഹം കാണിക്കാറില്ല. എല്ലാവർക്കും അനുമോളുടെ ദേഷ്യപ്പെടുന്ന ആ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തിരിച്ച് ഓവറായിട്ട് പറയുന്ന ഷോ കാണിക്കുന്ന അനുമോളെ എല്ലാവർക്കും അറിയത്തുള്ളൂ. സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആദിലെ നൂറേനെയൊക്കെ കൊഞ്ചിക്കുന്ന ആ ഒരു അനുമോളെ ഒന്നും ആർക്കും അറിയത്തില്ല. അപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു തീർന്നാലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പം ജിസേലിൻ്റെ അകത്ത് തന്നെ അനുമോളും ജിസേലും തമ്മിലുള്ളൊരു കോംബോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ജിസേൽ പെട്ടെന്ന് ഔട്ടായി പോയി. അപ്പം നെവിൻ ഇതിൻ്റെ പേടിയാണോ, അതോ ഇനി അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലോട്ട് പോകണ്ടെന്ന് ഓർത്തിട്ടാണോ, അതോ ജെനുവിൻലി അനുമോൾ ഒറ്റപ്പെടുന്നതിൻ്റെ വിഷമം കൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും അനുമോളും നെവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ ടോപ്പ് 5 വരും, നീ അങ്ങനെ ഔട്ടായി പോകത്തില്ല. അവരെന്തോ ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിലാണ് അനുമോൾ ചെന്നത്. അപ്പം നെവിൻ പറഞ്ഞു, ചിലപ്പം 3 ദിവസം കഴിയുമ്പോഴും എനിക്ക് പുറത്തിറങ്ങുമ്പോൾ കഴിക്കാം എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ 100 days കഴിയുമ്പോഴും. അപ്പോൾ അനുമോൾ ആശ്വസിപ്പിക്കുന്ന പോലെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലടാ, നീ ഇവിടെ നിൽക്കും, നീ ആ ടോപ്പ് 5 ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ജെനുവിൻ ആണോ, അതോ സ്ട്രാറ്റജിക്ക് വേണ്ടി ചെയ്യുന്നതാണോ, അതോ പുറത്തിറങ്ങുമ്പോൾ ഫാൻസുകാരെടുത്തിട്ട് അടിക്കും എന്നുള്ള പേടി കൊണ്ടാണോ? എന്താണെന്നറിയത്തില്ല നെവിൻ്റെ ഈ മാറ്റം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്